അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ കടത്തിന്റെ കാര്യത്തെ കുറിച്ച് ഞാൻ പറയാണ്. ഞാന് കടം ഫണ്ടായിട്ട് ബന്ധപ്പെട്ട് കുറെ ആളുകളായിട്ട് ഈ രീതിയിൽ ബന്ധപ്പെടാറുണ്ട്. എന്നെ തിരിച്ചവരും ബന്ധപ്പെടാറുണ്ട്. പക്ഷെ ആരും തന്നെ കടം വാങ്ങി പോകുമ്പോൾ അങ്ങനെ ഒരു ദുആ ഉണ്ട്, അവർക്ക് വേണ്ടി ആ ദുആ ചെയ്യണമെന്ന് ആരും ശ്രദ്ധിക്കാറില്ല അല്ലെ. അങ്ങനെ ഒരു ദുആ ഉണ്ട്, നിങ്ങൾക്ക് അറിയോന്നറിയില്ല. ബാറക്കല്ലാഹു ലക ഫി അഹ്ലിക വമാലിക അല്ലെ, നിങ്ങളുടെ കുടുംബത്തിലും സമ്പത്തിലും അല്ലാഹു അനുഗ്രഹം ചൊരിയട്ടെ എന്നുള്ള ഒരു ദുആ ഉണ്ട് അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചൊരിയട്ടെ, അഹ്ലിക നിങ്ങളെ കുടുംബത്തിലും, മാലിക്ക നിങ്ങളെ സമ്പത്തിലും അനുഗ്രഹം ചൊരിയട്ടെ അഥവാ ബർക്കത്ത് ചൊരിയട്ടെ എന്നല്ലേ. അപ്പം ആ ഒരു ദുആ ഞാൻ അതിന്റെ പോസ്റ്റർ ആക്കിയിട്ട് അയച്ചു തരാം. ആ ഒരു ദുആ നിങ്ങൾ നമ്മൾ തന്നെ ചിലപ്പോൾ നമ്മളെ കയ്യിൽ തോനെ ഉണ്ടാവും, പക്ഷെ എന്നാലും ഒരു എമർജൻസി സിറ്റുവേഷനിലൊക്കെ ചിലപ്പോൾ ഒരു 10,000 തയ്ക്കാൻ 500 എന്നെങ്കിലും നമ്മൾ ആരോടെങ്കിലൊക്കെ വാങ്ങാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ വാങ്ങുമ്പോൾ അങ്ങനെ പറയുകയും ചെയ്യുക. ആരെങ്കിലും നമ്മൾ പൈസ വാങ്ങി കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ഒന്നില്ല, അറബി അറിയാത്തവരാണെങ്കിലും മലയാളത്തിലും ഈ രീതിയിൽ പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുക കേട്ടോ. അവരൊക്കെ പഠിക്കട്ടെ. നമ്മൾ അറിഞ്ഞ് എന്താ വെച്ചാൽ സഹാബ കിറാമുകൾ എങ്ങനെയാണെന്ന് വെച്ചാല് അവർക്ക് എന്തെങ്കിലും ഒരു ഇൽമ് കിട്ടിക്കഴിഞ്ഞാൽ അത് അടുത്ത വീട്ടിലുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിട്ടല്ലാണ്ട് അവർ ഉറങ്ങിയിരുന്നില്ല അല്ലെ. അപ്പൊ അതുപോലെ നമുക്ക് കിട്ടിയ ഒരു അറിവ്, നമ്മളൊക്കെ കടം ഫീൽഡിൽ വർക്ക് ചെയ്യേ കട അങ്ങോട്ട് കൊടുത്തും ഇങ്ങോട്ട് വായ്പൊക്കെ ശീലമുള്ള ആളാണ്. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോ വാങ്ങി പോകുന്നവരോട് ഇങ്ങനെ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ശീലിക്കാൻ പറയണം അല്ലെ. ബാറക്കല്ലാഹു ലക അഹ്ലിക വമാലിക എന്നാണ് ആ ദുആ. ദുആന്റെ പോസ്റ്റ് ഞാൻ അയച്ചു തരട്ടോ ഇൻഷാ അല്ലാഹ്.